അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് തീരാത്ത കഥ തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ സാജിയുടേത്. അതുകൊണ്ട് ഇപ്പോൾ സാജിയുടെ വിഷയം പുറന്നേക്കി, അഥവാ മലയാളി വാർത്ത എന്ന് പറയുന്ന ഓൺലൈൻ ചാനലുമായിട്ടുള്ള ഈ സാജിദയുടെ തുറന്നു പറച്ചിൽ അവളുടെ എല്ലാ നിലനിൽപ്പിനെയും പരിക്കേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ കുടുംബം ആലോചിച്ച് നോക്കണം. അവരുടെ നാട്ടുകാർ എല്ലാവരും ഇപ്പോൾ എന്തായിരിക്കുന്നു, ഇളകിയിരിക്കുന്നു. ഇത്തരത്തിൽ സ്ത്രീകൾ, ഇത്തരത്തിലുള്ള പിശാചിനികളായ സ്ത്രീകൾ ഉണ്ടോ എന്ന് ചിന്തിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പല പിശാചിനികളായ സ്ത്രീകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, സൗമ്യ എന്നു പേരായ ഒരു പെണ്ണുണ്ടായിരുന്നു. വൈകാരികതയ്ക്ക് വേണ്ടി തൻ്റെ അച്ഛനെയും അമ്മയെയും 2 കുട്ടികളെയും അവൾ നിഷ്കരുണം കൊല ചെയ്തു. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും. അങ്ങേയറ്റം വൈകാരികത ദുഷിപ്പിൻ്റെ ശക്തിമത്തായ ഒരു പ്രതീകമായിരുന്നു ആ സ്ത്രീ. അതോടൊപ്പം തന്നെ നമ്മൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കൂടത്തായി ജോളി നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ ഭർത്താവിനെയും എല്ലാവരെയും അവർ കൊലക്കത്തിക്കിരയാക്കി. എന്തിനു വേണ്ടി? വെറും ഈ വൈകാരികതയുടെ തീഷ്ണത അത് തീർക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഒട്ടനേകം ആളുകളുണ്ട്. ഞാനത് എണ്ണി പറയുന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ, പലരുമുണ്ട്. അപ്പോൾ അതുപോട്ടെ, അതിപ്പോൾ നല്ലൊരു വിഷയവും പുണ്യം കിട്ടുന്ന വാക്കുകളൊന്നുമല്ല. അപ്പം ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഈ ദുഷിപ്പുകളൊക്കെ ഇപ്പോൾ വെളിപ്പെട്ടു. മലയാളി വാർത്തയോട് നടത്തിയ അഭിമുഖം പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ കണ്ടു. ഇതിനെ തുടർന്ന് ഈ പെണ്ണിന് കിട്ടുന്ന സഹായങ്ങൾ ആത്മാർത്ഥമായിട്ട് ആളുകൾ സഹായിച്ചു തുടങ്ങിയിരുന്നു. അനാഥകളെ സഹായിക്കുക എന്ന ഒരു മനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇപ്പോൾ ആ സഹായങ്ങളൊക്കെ നിലച്ച മട്ടാണെന്നാണ് കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ ആദ്യം തന്നെ അവൾ പറയുന്നത് പോലെ എനിക്ക് ആരും, എൻ്റെ ഭർത്താവിൻ്റെ ആളുകൾ ആദ്യവും ഉണ്ടായിട്ടില്ല, എൻ്റെ കുടുംബക്കാരുമില്ല, എൻ്റെ ആങ്ങളമാരുമില്ല, വേറെ എൻ്റെ മൂത്താപ്പമാരുമില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മെ സഹായിക്കേണ്ട, നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട, നമുക്ക് സഹായികളായി തീരേണ്ട, നമ്മളൊക്കെ അറിയാമത്. ആ ഒരു കൺസെപ്റ്റിനെയാണ് അവൾ തട്ടി തകർത്തിട്ടിരിക്കുന്നത് ആദ്യം തന്നെ. ഇപ്പം നമ്മളെയൊക്കെ ആരെങ്കിലും ഒരു അങ്ങാടിയിലിട്ട് വഷളാക്കിയാൽ, അല്ലെങ്കിൽ അങ്ങാടിയിൽ ഒരു കള്ളക്കേസ് കൊടുത്ത് കഴിഞ്ഞാൽ ഉള്ള കേസിൽ തന്നെ പെടുത്തിയാൽ ഓടി വരാൻ പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും നമുക്ക് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് ഓടി നടക്കും അവർ. എന്തിനു വേണ്ടിയാണത്? അതൊരു കുടുംബ കൺസെപ്റ്റാണ്. എൻ്റെ അനുജൻ പെട്ടിട്ടുണ്ട്, അവനെ സംരക്ഷിക്കണം. എൻ്റെ ഏട്ടൻ്റെ മകൻ പെട്ടിട്ടുണ്ട്, നോക്കണം. എൻ്റെ എളാപ്പ പെട്ടിട്ടുണ്ട്, എൻ്റെ മൂത്താപ്പ പെട്ടിട്ടുണ്ട്, എൻ്റെ അമ്മായി പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരെ അതിൽ നിന്ന് എന്ത് തന്നെയായാലും സംരക്ഷിച്ച് കൊണ്ടുവരേണ്ട ബാധ്യതയുണ്ട്. ഇത് സാധാരണ രീതിയിലുള്ള ഒരു മാനുഷികമായ ബുദ്ധിയാണ്. നോക്കണം. അവിടെ അപ്പോൾ എൻ്റെ ബാപ്പ അല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ അവർ അന്യായം ചെയ്തോ എന്ന് പോലും നോക്കാതെ അവരുടെ കാര്യത്തിലേക്ക് അതിനുവേണ്ടി അവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു കുടുംബ കൺസെപ്റ്റാണത്. അവൾ പറയുന്നു അവളുടെ കുട്ടികളെ അവളെ സംരക്ഷിക്കേണ്ട മൂത്തച്ഛന്മാരും ഇളച്ചന്മാരും, അവളുടെ ഭർത്താവിൻ്റെ ഉപ്പ ഇളക്ക് ശേഷം അവരുടെ മൂതാപ്പന്മാർ, എളാപ്പന്മാർ, അമ്മായിമാർ, അങ്ങനെ ഒരു കുടുംബ ശൃംഖല തന്നെയുണ്ട്. അവരാരും എനിക്കില്ല, എനിക്ക് വേണ്ട എന്ന് പറയാവുന്ന ഒരു ഗർവ് എല്ലാം തികഞ്ഞ ഒരാൾക്ക് പോലും അങ്ങനെ പറയാൻ കഴിയില്ല. നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മൾക്ക് എപ്പോഴും മനുഷ്യൻ എന്ന് പറയുന്ന പ്രകൃതം മറ്റവരിലേക്ക് പരസ്പരം കൊടുത്തും വാങ്ങിയുമുള്ള ഒരു സിസ്റ്റമാണ് ലോകത്ത് നിലവിലുള്ളത്. ഒരു അയൽവാസിയിലേക്ക് നമ്മുടെ ഉപ്പില്ലെങ്കിൽ അവിടെ ഓടിച്ചെല്ലുന്നത് അയൽവാസിയിലേക്കാണ്. അതുകൊണ്ടാണ് അയൽപക്കത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, കഴിഞ്ഞു പോയിട്ടുള്ള ദൈവദൂതന്മാർ പറഞ്ഞു, ലോകത്തിൻ്റെ കൺസെപ്റ്റ് പറയുന്നു. ആ അയൽവാസി നമ്മുടെ ഒക്കെ ഒരു പ്രശ്നം വന്നാൽ നമ്മിലേക്ക് ആദ്യം ഓടി വരേണ്ടത് നമ്മുടെ ഈ മൂതാപ്പയും എളാപ്പയും അഞ്ചന്മാരുമാണെങ്കിൽ ആദ്യം അവരെല്ലാം ഓടിയെത്തുക. അവർ പിന്നീടാണ്. ആദ്യം ഓടി വരേണ്ടത് നമ്മുടെ അയൽവാസികളാണ്. എന്തുകൊണ്ട്? ആ അയൽവാസി ശത്രുവാണെങ്കിൽ പോലും നമ്മുടെ പ്രശ്നത്തിൽ അവർ ഓടി വരുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ളവരാണ്. അവരെ നമുക്ക് വെറുപ്പിച്ചുകൂടാ. ഇത് അവളുടെ കാര്യത്തിൽ അയൽവാസികൾ ഇടപെടുന്നില്ല. പിന്നീട് വരേണ്ട കുടുംബങ്ങളെയും അവൾ വെറുപ്പിച്ച് നിർത്തിയിരിക്കുന്നു. ഇത്തരത്തിലൊക്കെ കൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് ടെലികാസ്റ്റ് ചെയ്ത് ഈ സംഗതികൾ മുഴുവൻ പൊളിഞ്ഞപ്പോൾ അവൾ ഒരിക്കലും പൊറുക്കപ്പെടാത്ത, മറക്കപ്പെടാത്ത വാക്കുകൾ പറഞ്ഞു പോയി. ആലോചിച്ച് നോക്കുക. ഈ കുടുംബ കൺസെപ്റ്റിനെയും മത കൺസെപ്റ്റിനെയും മാനുഷിക കൺസെപ്റ്റിനെയും എല്ലാത്തിനെയും അവൾ തള്ളി പറഞ്ഞപ്പോൾ ഇപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ ആളുകൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ മകനെ ഇവൾ കൊല ചെയ്തതാണോ എന്ന് അവർ സംശയിക്കുന്നുണ്ടെങ്കിൽ എന്താണ് തെറ്റുള്ളത്? അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ അഭിഭാഷകന്മാരുമായിട്ട് ആലോചിക്കുന്നുണ്ട്. അവനും അവൻ്റെ നാട്ടുകാരും അവൻ്റെ കുടുംബക്കാരും അവൻ്റെ നാട്ടുകാരും എല്ലാവരും ആലോചിക്കുന്നുണ്ട് നിയമപരമായിട്ട് ഇതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്. തീർച്ചയായിട്ടും ഈ സാജിദ എന്ന് പറയുന്നത് ഒരു രാക്ഷസീയ മുഖഭാവം, അല്ലെങ്കിൽ ഒരു രാക്ഷസിയുടെ മുഖം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച
ഒരു 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 എന്താ പറയുക ഒരു സെൻറ്റിമെൻ്റൽ ഗേൾ ആണെന്ന് പോലും സംശയിക്കുമാർ നോക്കണം. ഈ രാക്ഷസിയുടെ മുഖമാണ് ആർക്കും അറിയില്ലല്ലോ. ആ ചെറിയും ആ കണ്ണുനീരും കണ്ടാൽ ഏതു ആണുങ്ങളും അവളുടെ വലയിൽ വീണു പോകും. ഒട്ടനേകം പുരുഷന്മാരെ വലയിലാക്കുന്ന പെണ്ണുങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ ലോകത്ത് എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ശിക്ഷ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പുരുഷനെയാണ്. മോഷണമായാലും വഞ്ചനയായാലും തട്ടിപ്പായാലും കൊലപാതകമായാലും ഏത് കൊലപാതകത്തിനും ഏത് ആക്രമണത്തിനും അള്ളാഹു ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് പുരുഷനെയാണെങ്കിൽ ഈ പറയുന്ന വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് ശിക്ഷിക്കേണ്ടത് നോക്കണം. അസാനിയത്ത് വസാനി എന്നാണ് പറഞ്ഞത്. സൂറത്ത് നൂറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അസാനിയത്ത് വസാനി ഫജ്ലുദു കുല്ല വാഹിദൻ മിൻഹുമാ മിഅത ജൽദ. നിങ്ങൾ ആദ്യം വ്യഭിചാരിണിയെ ശിക്ഷിക്കണം, അടിക്കണം. എന്നിട്ട് മാത്രമാണ് വ്യഭിചാരിയെ ശിക്ഷിക്കേണ്ടത്. അപ്പോൾ ഇത്രയേറെ ദീർഘവീക്ഷണത്തോടു കൂടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട ഒരു അന്ത്യഗ്രന്ഥത്തിൽ പരിശുദ്ധനായ അള്ളാഹു രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ വിചാരിക്കാതെ ലോകത്ത് ഒരു വ്യഭിചാരം നടക്കുകയില്ല, ഒരു ഹണി ട്രാപ്പ് നടക്കുകയില്ല. നോക്കണം, ഒരു പുരുഷനെയും വീഴ്ത്താൻ സ്ത്രീ ശ്രമിക്കണം. തീർച്ചയായിട്ടും അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും പറയുന്നുണ്ട് ഈ സംഗതി. അതുകൊണ്ടാണ് ഈ ശിക്ഷ ആ സ്ത്രീക്ക് കൂടുതലായി വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു 10-26 വയസ്സായിട്ടുള്ള എട്ടും പൊട്ടും തിരിയാത്തവൻ എന്ന് പറയാ കുടുംബ കൺസെപ്റ്റും എല്ലാമുള്ള ആ ചെക്കനെ വീഴ്ത്തിയിരിക്കുന്നു ഈ സാജിദ. മാത്രമല്ല ആ വീഴ്ത്തുന്നതിൻ്റെ ബന്ധവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യത്തെ ഭർത്താവുമായിട്ട് ബന്ധമുണ്ടായിരിക്കെ, ഭർത്താവായിരിക്കെ തന്നെയാണ് ഈ ഷറഫ് അലി എന്നു പേരായ ഭർത്താവിൻ്റെ ഇന്ന് കാണുന്ന അഭിനവ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് മാരേജ് ചെയ്തിട്ടുള്ള ഈ ഷറഫ് അലിയുടെ രംഗപ്രവേശം ഇപ്പോൾ മാത്രമാണ് അറിയാൻ കഴിയുന്നത്. ആദ്യകാലത്തൊന്നുമുള്ള സൂചനകൾ മറച്ചു വെച്ചിരുന്നു. ഏതാനും ഞാൻ പറയുന്നു, ഈ ഏകദേശം ഒരു 15 ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ ഷറഫ് അലിയെക്കുറിച്ച് ആർക്കും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. വളരെ അഭിനയ പാടവത്തോടെ, വളരെ തന്ത്രത്തോടെ, ബുദ്ധിയോടെ എന്നെ ഇതാ ആളുകൾ വെറുതെയെങ്കിലും എന്നോട് അശ്ലീലമായി സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവൾ കൂടുതൽ റീച്ചിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. മാത്രമല്ല അതോടൊപ്പം തന്നെ ഇവളുടെ റെക്കമെൻഡേഷൻ വഴി ഏതോ 1-2 വ്ളോഗ് അവൾ ചെയ്തിട്ടുണ്ട്. ഇന്ന ആളുകളെ കൂടെ നിങ്ങൾ സഹായിക്കണം, അവൾ പാവപ്പെട്ടവളാണ്. വാക്കുകൾക്ക് വിശ്വാസതയില്ലാത്ത, വാക്കുകളിൽ യാതൊരു വിശ്വാസതയും നോക്കണം, ചാരിത്രശുദ്ധി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, വാക്കുകളിൽ വിശ്വാസതയില്ലാത്ത ഒരു സ്ത്രീ ഇത് പറയുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവളുടേതായിട്ടുള്ള ട്രാപ്പിൽ നമ്മളെയും പെടുത്തുകയാണ്. എങ്ങനെ? പണത്തിൻ്റെ ട്രാപ്പ്. ഹണി ട്രാപ്പ് ആണെങ്കിൽ നമ്മളെ പെടുത്തുന്നത് മണി ട്രാപ്പിലാണ്. മാത്രമല്ല എന്തെല്ലാം ഇനി അവൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ കഴിയും. ഈ ഷറഫ് അലിയുടെ കുടുംബം അതുകൊണ്ടാണ് ഇത്രയും വേദനിക്കുന്നത്. ഇനി മാത്രമല്ല മോചനദ്രവ്യം വാങ്ങാം. എന്നെ ഇവൻ കടന്നു പിടിച്ചിരിക്കുന്നു, വഞ്ചിച്ചിരിക്കുന്നു, സ്ത്രീക്ക് ന്യായം കിട്ടുന്ന സ്ത്രീയുടെ കാലഘട്ടമാണല്ലോ ഇപ്പോൾ. അപ്പോൾ ആ സ്ത്രീ എന്തു പറഞ്ഞാലും അത് നിയമം വിശ്വസിക്കും. അതിൻ്റെ പേരിൽ അവൻ്റെ അടുക്കൽ നിന്നും കുറേ പണം വാങ്ങിയെടുക്കാം. നോക്കണം, എന്നെ ഇതാ ഇപ്പോൾ മോചിപ്പിച്ചിരിക്കുന്നു. അതിനാണ് അവൾ നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ് രജിസ്റ്റേർഡ് മാരേജ് ചെയ്തു. എന്നിട്ടോ നിക്കാഹ് നടന്നതുമില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു വിശ്വാസതയെ, ഒരു കൺസെപ്റ്റിനെ, ഒരു നിലനിൽപ്പിനെ എല്ലാം അവൾ വെള്ളത്തിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുച്ഛിച്ച് തള്ളിയിരിക്കുന്നു. ആലോചിച്ച് നോക്കി, ഇനി ആ ചെറുക്കൻ്റെ സ്ഥിതി എന്താണ്? ആത്മഹത്യയിൽ പോലും ആ ചെറുക്കൻ എത്തുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. കാരണം നമ്മളൊക്കെ അറിയുമല്ലോ, 4-5 കുട്ടികളുടെ ഒരു ഭർത്താവ് മരിച്ച വിധവയായ ഒരു സ്ത്രീയെ നല്ല ചുറുചുറുക്കും നല്ല കുടുംബ പശ്ചാത്തലവും ഒക്കെ ഉള്ള 10-26കാരൻ്റെ കാര്യത്തിൽ അവൻ്റെ മാതാപിതാക്കൾക്ക്, കുടുംബത്തിന് ഒരു കൺസെപ്റ്റുണ്ട്. ആ കൺസെപ്റ്റിനെ മുഴുവനും വെള്ളത്തിലെറിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും അവൻ ഇതാ ഈ സ്ത്രീയോട് അങ്ങനെ ഒരു സൗന്ദര്യവതിയോ ഒന്നുമല്ല, കുറേ ലിപ്സ്റ്റിക്കും കുറേ ഫോസിലൊക്കെ ചെയ്തിട്ട് മാത്രം സൗന്ദര്യവർദ്ധന വസ്തുക്കളിലൂടെ ആളുകളെ വിലക്കെടുത്ത് അല്ലെങ്കിൽ കൊഞ്ചിക്കൊഴിഞ്ഞ് പോക്കറ്റിലാക്കിയിട്ട് അവൻ്റെ പണം തട്ടാൻ മാത്രം എടുക്കുന്ന വഴിയാണിത്. അതോടൊപ്പം തന്നെ പണത്തിലും അപ്പുറം അവൾക്ക് വേറെ ഒന്നുമില്ല എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ഭാവി സന്ദേശം കൂടെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ ആളുകൾക്ക് ബോധ്യം വന്നിരിക്കുന്നു, ഇവൻ്റെ മരണത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടതിന് പോലും ഇവരുടെ പങ്കുണ്ടോ, അല്ലെങ്കിൽ ഇവൾ വഴി ബന്ധപ്പെട്ടിട്ടുള്ള കാമുകന്മാരുടെ പങ്കുണ്ടോ എന്നൊക്കെ വിലയിരുത്തി അവർ അടുത്ത ദിവസം തന്നെ അഭിഭാഷകനെ കാണാൻ പോകുന്നു. അത് നിയമപരമായി നേരിടും എന്നൊരവസ്ഥയിലെത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.